എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എല്ലാവരും എല്ലാ വർഷവും ഡിസംബർ 10-ാം തീയതി മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെയുള്ള അവകാശങ്ങൾ അത് ഉറപ്പുവരുത്തുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ഒരു ദിവസം. അതാണ് മനുഷ്യാവകാശ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു. വിവിധ ഗ്രൂപ്പുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം. എന്നാൽ കുട്ടികളുടെ അവകാശങ്ങൾ പലപ്പോഴും പലരും ചോദിക്കാറുള്ളതാണ്, കുട്ടികൾക്ക് അവകാശങ്ങളുണ്ടോ, അഥവാ കുട്ടികൾക്ക് എന്തിനാണ് പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ? ഇത് ഇന്ന് ലോകം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇതിന്റെ ഒരു ഉത്തരം എന്നോണം 1989 ഐക്യരാഷ്ട്ര സംഘടന വിവിധ ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാരെ സമ്മേളിപ്പിച്ച് UNCRC, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഫോർ ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പത്രിക തയ്യാറാക്കി. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ട്രീറ്റി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ട്രീറ്റിയാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ട്രീറ്റി വേണ്ടി വരുന്നത്? കാരണം മുതിർന്നവർക്ക് അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ടും അവരെ പ്രശ്നങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമുള്ള ഒരു കഴിവുകൾ തീർച്ചയായിട്ടും ഉണ്ടാവാം, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് അവരുടെ സംരക്ഷണം ഒരു പ്രശ്നമായിട്ട് വന്നു. പലപ്പോഴും അവർക്ക് കൂടുതൽ ചൈൽഡ് അബ്യൂസുകൾ നേരിടേണ്ടി വന്നു സമൂഹത്തിൽ നിന്ന്. ഇതിനെല്ലാം ഒരു പ്രതിവിധി എന്നോണമാണ് UNCRC ഉണ്ടായത്. കുട്ടികളുടെ അവകാശങ്ങൾ പ്രധാനമായിട്ടും 4 വിഭാഗങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ 4 വിഷയങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒന്ന്, ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ഫോർ സർവൈവൽ. രണ്ടാമത്, ഡെവലപ്പ് ചെയ്യാനുള്ള അവകാശം, വളരാനുള്ള അവകാശം. മൂന്നാമത്, സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം, റൈറ്റ് ഫോർ പ്രൊട്ടക്ഷൻ. നാലാമത്, പങ്കാളിത്തത്തിനുള്ള അവകാശം, റൈറ്റ് ഫോർ പാർട്ടിസിപ്പേഷൻ. ഈ 4 അവകാശങ്ങളും എല്ലാ കുട്ടികൾക്കും എല്ലായിടത്തും ഒരുപോലെ ലോകം മുഴുവൻ ലഭ്യമാകുക എന്നുള്ളതാണ് UNCRC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മുതിർന്നവരുടെ അവകാശവുമായി താരതമ്യം ചെയ്യുമ്പോൾ കുട്ടികളുടെ അവകാശത്തിനുള്ള ഒരു പ്രത്യേകത, കുട്ടികളുടെ അവകാശങ്ങൾ അവർക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് സമൂഹമാണ്, അഥവാ മുതിർന്ന ആളുകളാണ്. ഈ ഓരോ അവകാശങ്ങളെ കുറിച്ചും നമുക്ക് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്, വിശദമായിട്ട് അറിയേണ്ടതുണ്ട്. അടുത്ത ഒരു വീഡിയോയിലേക്ക് നമുക്ക് അതിനുള്ള പരിശ്രമങ്ങൾ ചെയ്യാം.